വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. മഹാരാഷ്ട്ര മിഷന്റെ ഭാഗമായി നമ്മുടെ യാത്രയിൽ നമ്മൾ കണ്ട കേട്ട അനുഗ്രഹീതമായ ചില വീഡിയോസാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഒരു അത്ഭുത സാക്ഷ്യമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ആ സഹോദരിയുടെ സാക്ഷ്യം കേൾക്കാം. നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ലവ്. आणि ദൈവനാമത്തിന് मी महत्त्व കരേൽപ്പിക്കുകയാണ്. आता सध्या तर म्हणजे माझे मिस्टर डायलिसिसवर आहेत. ഇപ്പോഴത്തെ ഈ സമയം ഈ ഹസ്ബൻഡ് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. डॉक्टरनी तरी सांगितले ते आठवड्यातून 2 वेळा डायलिसिस करण्यासाठी. ഡോക്ടർ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, ആഴ്ചയിൽ 2 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. पहिल्या स्टार्टिंग मध्ये म्हणजे मिस्टर कोम्यात गेले होते. ആദ്യത്തെ സമയം ഹസ്ബൻഡ് കോമാമതെ അബോധാവസ്ഥയിലായിരിക്കുകയായിരുന്നു. तरी मी घाबरलो नाही. അപ്പോഴും ഞാൻ ധൈര്യത്തോടു കൂടി ഇരിക്കുവാനിടയായി തീർന്നു. मी एक विश्वास ठेवून गेलो होतो. ഇപ്രകാരം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനിടയായി തീർന്നു. कारण माझा विश्वास परमेश्वरावर होता. അതിന്റെ കാരണം എന്നത് ദൈവത്തിൽ ഞാൻ വിശ്വസിച്ചിരിക്കുകയാണെന്നാണ്. मी डॉक्टरना म्हटलं, खरा माझा वैद्य डॉक्टर, माझा महान मोठा डॉक्टर येशू आहे. ആ ഡോക്ടറിനോട് ഞാൻ ഇപ്രകാരം പറയാനുണ്ട് ഇടയായി തീർന്നു. എൻ്റെ ഡോക്ടറും വൈദ്യനുമായിരിക്കുന്ന എൻ്റെ യേശു ആണെന്ന് പറയാനിടയായി തീർന്നു. फक्त तुझं ट्रीटमेंट आहे, पण माझा खरा परमेश्वर आशीर्वाद दिलेला आहे. ഞാൻ എൻ്റെ മിസ്റ്ററിനെ ഈ ഡോക്ടറെ അടുക്കൽ കൊണ്ടുവന്ന് ചികിത്സിക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്നാൽ എൻ്റെ ഡോക്ടർ എന്ന് പറയുന്നത് എൻ്റെ യേശുവാണ്. हॉस्पिटलमध्ये नेले तो माझ्याकडे 1 रुपया नव्हता. തൻ്റെ സിസ്റ്ററെ ഹസ്ബൻഡിനെ ഡോക്ടറിനെ കാണിക്കുവാൻ കടന്നു പോകുമ്പോൾ 1 രൂപ പോലും തൻ്റെ കയ്യിലില്ലായിരുന്നു. तरी माझा परमेश्वरावर विश्वास होता. എന്നാലും ഞാൻ എൻ്റെ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുവാനിടയായി തീർന്നു. एका रात्रीतून 25,000 रुपये बिल बघून मी भारतीय हॉस्पिटलमध्ये गेलो. ഒരു രാത്രികാലം ഹോസ്പിറ്റലിൽ 25,000 രൂപ ബില്ലാകുവാനിടയായി തീർന്നു. भारतीमध्ये 1 रुपये नसताना मी ऍडमिट झालो नवऱ्याला घेऊन. ഭാരതീയ ഹോസ്പിറ്റലിൽ 1 രൂപ ഇല്ലാതിരുന്ന സമയത്ത് പോലും സിസ്റ്ററിന്റെ ഹസ്ബൻഡിനെ അവിടെ അഡ്മിറ്റ് ആക്കുവാനിടയായി തീർന്നു. 8 दिवसाचं बिल 85,000 रुपये बिल गेलं. ആഴ്ചയിൽ 8 ദിവസത്തെ ബില്ല് 85,000 രൂപ ആകുവാനിടയായി തീർന്നു. मी घाबरलो नाही. അപ്പോഴും ഞാൻ പേടിക്കുവാനിടയായി തീർന്നില്ല. कारण माझा विश्वास परमेश्वरावर होता. അതിന്റെ കാരണം എന്നത് ഞാൻ യേശുവിൽ വിശ്വസിച്ചു എന്നുള്ളതാണ്. मला माध्यमातून मध्यस्थून पैसे मिळाले. അതിന്റെ എല്ലാ പൈസ നിറയ്ക്കുവാൻ വേണ്ടി എല്ലാ വഴികളും ദൈവം ചെയ്തു കൊടുത്തു. पसरलेला नव्हता. ഒരു മനുഷ്യന്റെ അടുക്കൽ കൈ കാണിക്കുവാനിടയായി തീർന്നില്ല. परमेश्वराकडे हात पसरलेला होता. എന്നാൽ ഞാൻ ദൈവത്തിന്റെ അടുക്കലേക്ക് ഞാൻ കൈ നീട്ടുവാനിടയായി. परमेश्वराने मला सांगितलं, घाबरू नको, कारण मी तुझ्या बरोबर आहे. അന്നേരം ദൈവം എന്നോട് പറയാനിടയായി തീർന്നു, നീ പേടിക്കണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന്. आणि परमेश्वराने माझ्या नवऱ्याला घरी आणलं. എന്നാൽ ദൈവം എന്റെ മിസ്റ്ററിനെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുവാനിടയായി തീർന്നു. बऱ्याच माझ्या जीवनामध्ये साक्ष घडलेली. അങ്ങനെ അനേക സാക്ഷ്യങ്ങൾ എന്റെ ജീവിതത്തിൽ നടക്കുവാനിടയായി തീർന്നു. माझ्या कितीही लोक येऊ देत, माझ्या घरात काम करणारे कोणी नाही. എത്ര ആളുകൾ വന്നാലും ജോലി ചെയ്യുന്നവരാരും എന്റെ കുടുംബത്തിലില്ല. आणि सत्य घटना आहे. എന്നാൽ അതൊരു സത്യമാകുന്ന കാര്യമാണ്. मी कुठे जातो, परमेश्वराकडे गुडघे टेकतो. ഞാൻ എന്താണ് ചെയ്യുന്നത്? എന്റെ ജീവിക്കുന്ന ദൈവത്തിന്റെ അടുക്കലേക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാനിടയായി. आशीर्वाद ढळतो, येशूकडे ढळतो. ഞാൻ മുട്ടുകുത്തി ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കും. मी भिकारी नाही, मी परमेश्वराचं लेकरू आहे. ഞാനിങ്ങനെ സാധാരണ ഇങ്ങനെ ഭിക്ഷക്കാരിയല്ല, ഞാൻ ദൈവത്തിന്റെ മകളാണെന്ന് പറയും. मी रडीन तर परमेश्वराकडे रडीन. ഞാൻ ദൈവത്തിന് മുമ്പേ കരയുമെന്ന് പറയും. आशीर्वाद ढळीन तर परमेश्वराकडे ढळीन. ഞാൻ കരഞ്ഞു ദൈവത്തോട് ചോദിക്കുവാനിടയായി തീർന്നു. मागीन तर परमेश्वराकडे मागीन. ഞാൻ ദൈവത്തോട് ചോദിക്കും ഉറപ്പായിട്ടും. मला लोक काय म्हणत आहे मला माहित नाही. ബാക്കിയുള്ള ലോകത്തിലുള്ള ആളുകൾ എന്നെ കുറിച്ച് എന്ത് പറയുമെന്ന് ഞാൻ ചിന്തിക്കാറില്ല. म्हणून परमेश्वराकडे आपण गुडघे टेका. നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ മുൻപാകെ മുട്ടുകളെ മടക്കി പ്രാർത്ഥിക്കുകയാണെങ്കിൽ, माझे डोंगरे फास्टर मध्यस्थी करत आहेत, मी विश्वास ठेवलेला आहे. എനിക്ക് വേണ്ടി ഇവിടെയുള്ള ദൈവദാസൻ ഡോങ്റെ പാസ്റ്റർ മധ്യസ്ഥ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. फक्त त्यांनी मध्यस्थी करत आहे. എന്നാൽ അദ്ദേഹം മധ്യസ്ഥമായിട്ട് നിന്ന് പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. पण ज्या ज्या गोष्टी आपल्याला पाहिजे असेल, എന്നാൽ എന്തെല്ലാം നമുക്ക് ആവശ്യമുണ്ടോ, तर परमेश्वराकडे आपण എന്നാൽ ആ വിഷയത്തിന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടി. നമ്മൾ ദൈവത്തോടാണ് ചോദിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക്, आपल्याला मिळणारे असतात. എന്നാൽ നമ്മൾ ചോദിക്കുന്ന കാര്യം ദൈവം നിശ്ചയമായി നൽകി തരും. अविश्वास जर तुम्ही दाखवला, എന്നാൽ നമുക്ക് അവിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിലുള്ളതെങ്കിൽ, तात्पुरता विश्वास दाखवला, അല്ലെ കുറച്ചു നേരത്തേക്കുള്ള വിശ്വാസമാണ് നമ്മൾ तर കാണിക്കുന്നത്, ते तुम्हाला मिळणार ഈ കായ് നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. कारण എന്റെ കാരണം എന്ന് പറയുന്നത്,
परमेश्वर आपला फार चांगला आहे, നമ്മുടെ ദൈവം എന്ന് പറയുന്നത് ഏറ്റവും നല്ലവനാണ്. दयाळू आहे, ഇത് ആ ദൈവം എന്ന് പറയുന്നത് ദയയുള്ളതിന്, അത് കരുണയുള്ള ദൈവമാണ്. म्हणून परमेश्वराकडे आपण हात पसरू, അതുകൊണ്ട് നമുക്ക് ആ ജീവിക്കുന്ന ദൈവത്തിന്റെ അടുക്കലേക്ക് നമ്മുടെ കൈകളെ ഉയർത്താം. रडूया. നമുക്ക് ആ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കാം. मनुष्याकडे पसरला तर निंदा होते, അത് നമ്മൾ മനുഷ്യന്റെ മുമ്പിൽ കൈകളെ നീട്ടുകയാണെങ്കിൽ മനുഷ്യർ നമ്മളെ നിന്ദിക്കുക മാത്രമേ ചെയ്യൂ. परमेश्वराकडे बघितलं तर आपल्याकडे आनंद होतो. നമ്മൾ ദൈവത്തിന്റെ അടുക്കലേക്കാണ് നോക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാകാനിടയായി തീരും. सेवक सेविका फक्त एक मध्यस्थीचं पात्र असतं. ഇത് ദൈവദാസൻ ഇല്ലെങ്കിൽ ദൈവദാസി എന്ന് പറയുന്നത് അനേകർക്ക് വേണ്ടി മധ്യസ്ഥ എന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. पण आपण नुसतं विश्वास आहे जर म्हटला तर कुठल्याही गोष्टी मिळणार नाही. നമുക്ക് അവിശ്വാസ സ്ഥലത്തിൽ ഒന്നും നമുക്ക് ലഭിക്കുവാനിടയായി തീരത്തില്ല. आपली खरी ताण भूक फक्त वचनाकडे आणि प्रार्थनेकडे पाहिजे. നമ്മുടെ ദാഹം എന്ന് പറയുന്നത് നമുക്ക് ദൈവത്തിന്റെ വചനത്തിലായിരിക്കണം. प्रार्थनेत आनंदी पाहिजे. നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷം ലഭിക്കുവാനിടയായി തീരണം. माझ्या बहिणीनो, आज माझा मिस्टर डायलिसिसचे असून सुद्धा मिस्टर माझे झोपून आलेलो आहे. ते काय करत आहे मला माहित नाही प्रभू. എന്നാൽ ഞാൻ ഇങ്ങനെയാണ്, എന്റെ ഹസ്ബൻഡ് ഇപ്പോഴും ഡയാലിസിസ് ആയിട്ട് വീട്ടിലായിരിക്കുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നു ഞാനിപ്പോ അറിയുന്നില്ല. पण खरी ताण भूक मला तुझी लागलेली आहे. എന്നാൽ എന്റെ യഥാർത്ഥമായ ദാഹം എന്നത് ഞാൻ ജീവിക്കുന്ന ദൈവത്തിൽ വെച്ചിരിക്കുകയാണ്. ते काय करत आहेत, काय झोपत आहेत, काय उठत आहे मला माहित नाही प्रभू. पण मी तुझ्यावर टाकतो. എന്റെ ഹസ്ബൻഡ് ചിലപ്പോ എന്ത് ചെയ്യുകയാണോ, ഉറങ്ങുകയാണോ, കിടക്കുകയാണോ എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ്. म्हणून माझ्या सगळ्या बहिणीनो, मी तुम्हाला आज एक हात जोडून सांगतो, तुम्ही एक अविश्वास न आलेला आहे, काहीतरी एक समस्या घेऊन आलेला आहे, काहीतरी आपल्या घरामधले जे काही प्रॉब्लेम होणार आहे तर देवावरकडे आलेला आहे आपण. तर तुम्ही म्हणणारा डोंगरे पास्टर माझ्याकडे येत आहेत, मनीषा सिस्टर येत आहेत, अनेक पास्टर येत आहेत, आंटी येत आहेत, फक्त आम्ही एक तुमची मध्यस्थी करण्यासाठी आम्हाला देवाने निवडलेलं आहे. ഇന്ന് കടന്നു വന്നിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഡോങ്റെ പാസ്റ്റർ ചിലപ്പോൾ നിങ്ങളുടെ അടുക്ക വരുമായിരിക്കും, മനീഷ് സിസ്റ്റർ നിങ്ങളുടെ അടുക്ക വരുമായിരിക്കും. ഒരു മധ്യസ്ഥതയായിട്ട് നിന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇവർ നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരുന്നത്. खरं जर आपला विश्वास असेल तर परमेश्वराकडे डोळे झाका, प्रार्थना करा, आराधना करा, स्तुती करा, वचन वाचा, रडा, अश्रू डाळा, गुडघे ठेका, लीन व्हा, नम्र व्हा, पश्चाताप करा, पापाची क्षमा मागा, तर आपल्याला परमेश्वर देणारा प्रभू आहे. നമ്മുടെ ജീവിതത്തിൽ സത്യമാകുന്ന വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് മുട്ടുകളെ മടക്കി പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ അടുക്കൽ കരഞ്ഞു പ്രാർത്ഥിക്കുകയും ചെയ്യും. मागा म्हणजे मिळेल, शोधा म्हणजे सापडेल, आणि ठोका म्हणजे उघडेल. നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ നമുക്ക് തരുന്ന ദൈവമാണ്. നമുക്ക് മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടുമെന്നാണ് ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുന്നത്. बघा, जर मी तुम्हाला एक सांगतो, जर तुम्हाला साक्ष घडवायची असतील, हे मनुष्य सिस्टरची मध्यस्थी केली की माझी साक्ष घडली, पण मनुष्याचा गौरव नसावा. गौरव कुणाचा असावा? परमेश्वराचा असावा. डोंगरे पास्टरनी मध्यस्थी केली, ती साक्ष झाली, डोंगरे पास्टरांचा गौरव नसावा, मध्ये देवाचा गौरव असावा. पण मी तुम्हाला एक खरं सांगतो, मी एक छोटीशी एक सेविका आहे, मी सेवाच करते, पण एक तुम्हाला जर साक्ष घडवायची असेल, काही जणांच्या घरात व्यसन असेल, काही जणांच्या घरात आजारी असेल, काही जणांच्या घरी प्रॉब्लेम असेल, काही म्हणजे हर एक गोष्टी आपल्यात असते, बरोबर आहे. तर आपण परमेश्वराकडं खऱ्या अंतकरणातून देवाकडं, जगाकडं पाहिला तर सगळं वाईट दिसतं, परमेश्वराकडे पाहिला तर आनंद दिसतं. तर आपण देवाकडे जाऊन गुडघे टेकून अश्रू ढळून प्रार्थना करा. जे तुमच्या जीवनामध्ये घडत आहे, जे जीवनामध्ये तुम्हाला पाहिजे आहे, ते तुम्ही देवाकडे मागा. जर मी तुम्हाला शब्द देतो आज रात्रीचा, नाही तुम्हाला मिळालं तर मनीषा सिस्टर किंवा डोंगरे पास्टरना फोन करा. मिळणार, 100% तुम्हाला मिळणार. ഇപ്രകാരമാണ് पवित्र देवाचा शब्द ഇപ്രകാരമാണ് പറയുന്നത്. ഇല്ലേ, ദൈവദാസനാകുന്ന ഡോങ്റെ പാസ്റ്ററോ സിസ്റ്റർ മനീഷയോ പ്രാർത്ഥിച്ച് നിങ്ങൾക്കൊരു വിടുതൽ കിട്ടിയാൽ മനുഷ്യന്റെ പേരല്ല മഹിമപ്പെടേണ്ടത്, ജീവിക്കുന്ന ദൈവത്തിന്റെ പേരാണ് മഹിമപ്പെടേണ്ടത്. ആ പേരാണ് നമ്മൾ, ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുകയും ആ ദൈവത്തെയാണ് നമ്മൾ മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ടത്. एक छोटीशी आता प्रार्थना करतो, आपण प्रार्थना करूया. पास्टरांची ഏറ്റോടിയിലായി 2 വാക്ക് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. हालेलुया, हालेलुया, धन्यवाद, स्तुती प्रीत लॉर्ड, माझ्या सर्व राजा प्रभू परमेश्वर, त्या तुम्ही तू महान आणि तू जिवंत देव, त्या सुंदर रात्रीच्या वेळेस प्रभू प्रार्थना, आराधना, स्तुती, वचन तू आमच्या जीवनात ऐकलेले देवा, त्याबद्दल तुझे धन्यवाद आहे प्रभू परमेश्वर. आराधना शूटिंगमध्ये तुम्ही राहिले, त्या माध्यमातून तुला श्रवातून आलेले, ऐकण्यासाठी, मागण्यासाठी, शोधण्यासाठी आले परमेश्वर.
तर पवित्र देवा फक्त एक आम्ही मध्यस्थीचं पात्र तू आम्हाला निवडलीस पण खरी साक्ष तुझी आहे परमेश्वर पिता. आज इथं बहिणी भाऊ काय बसलेले आहेत परमेश्वर बाप्पा, ज्या त्यांच्या मनामध्ये जीवनामध्ये काही गोष्टी घडत असतील प्रभू, काय होणार असतील प्रभू, काय समस्या असतील प्रभू परमेश्वर बाप्पा, पवित्र देवा तर त्यांचं तुझा वर्ष कर पवित्र देवा, तुझ्या रक्ताचा हात त्यांच्या डोक्यावर ठेव प्रभू. काही रोगी आजारी असतील त्यांना पण तू बरी कर बाप्पा. आज परमेश्वर बाप्पा इथं लांबून फास्टर जे आलेले त्या फास्टर तुझ्या आश्रमात परमेश्वर कार्य चमत्कार कर परमेश्वर पिता. आज पवित्र देवा खरं तू महान आणि तू जिवंत देव आहेस. प्रत्येक जण आम्ही तुझ्याकडे गुडघे टेकून लील नम्र आणि पश्चाताप करो परमेश्वर पिता. त्याबद्दल तुझे धन्यवाद देवा. होय प्रभू, कारण तू महान राजाचा राजा आणि प्रभूचा प्रभू तू देव आहेस. आज प्रभू तुझं योबाचं 5वं वचन तू आमच्याशी बोललेलं आहेस की दुखणी मी देतो मला मी करतो, पट्टी मीच मानतो बाराही मीच करतो परमेश्वर पिता. हो माझ्या परमेश्वर पिता, आज प्रत्येक जण जीवन तुझ्या वचनावर जगत आहे परमेश्वर पिता. आणि तू आश्रम मदत कर बाप्पा. आज ह्या पाळक साहेबांच्या परमेश्वर पिता प्रत्येकांच्या प्रभू ज्या ज्या ठिकाणी मिटिंग होत असतील, ज्या ज्या परमेश्वर बाप्पा त्या मिटिंगमध्ये तुझ्या आश्रमात कर परमेश्वर पिता. तुझं कार्य तुझे चमत्कार कर माझ्या परमेश्वर पिता. फक्त आमची एक मध्यस्थी असेल प्रभू, खरा आशीर्वाद तुझा असेल पवित्र देवा. हो परमेश्वर पिता, मी तुझा धन्यवाद देत आहे. ही सुंदर रात्र दाखवल्या आणि ह्या मीटिंगमध्ये तू मला बोलण्यासाठी चान्स दिला त्याबद्दल तुझे धन्यवाद देवा. प्रभू आज महामहिमा आणि गौरव हे सर्व काळ तुमच्या हातीतून येशूच्या गोड आणि पवित्र नावात मी പ്രാർത്ഥന केली പിതാമണി പാപ്പ ആമേൻ. ആമേൻ ആമേൻ. വീഡിയോ വാച്ച് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും സ്നേഹവും ഓർപ്പിക്കുന്നു. നമ്മുടെ ചാനൽ വണ്ണിൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ വാച്ച് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾക്കും സ്നേഹത്തിനും കരുതലുകൾക്കുമെല്ലാം നന്ദി. ഗാഡ് ബ്ലെസ് യു, ലവ് യു. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു.